നമസ്കാരം ഫ്രണ്ട്സ്. കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ സൗദിയിലാണുള്ളത്, റിയാദിൽ. അപ്പോൾ എനിക്കൊരു വീഡിയോ കോൾ വന്നു. അതിൽ വീഡിയോ കോളിൽ ആദ്യം ഏത് ആപ്പിൽ നിന്നാണെന്ന് മനസ്സിലായില്ല. കോൾ വന്നു, ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതിനകത്ത് എഴുതി കാണിച്ചത് മിനിസ്ട്രി ഓഫ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞൊരു ലോഗോയുടെയാണ്. അപ്പോൾ സലാം അലൈക്കും ഒക്കെ പറഞ്ഞു. അറബിയിലാണ് സംസാരിച്ചത്. കുറച്ചൊക്കെ മുറി അറബിയൊക്കെ അറിയാം എനിക്കും. അപ്പോൾ ഞാനും സലാമൊക്കെ പറഞ്ഞ് തിരിച്ചു പറഞ്ഞു. പുള്ളി പറഞ്ഞത് വെച്ച് ഒരു സെക്കൻഡ് 2 സെക്കൻഡ് കഴിഞ്ഞപ്പം ആളിനെ കാണാൻ പറ്റി. ഒരു പോലീസ് ഡ്രസ്സിൽ ഒരു ഓഫീസ്, അതായത് പുറകിൽ മൊത്തം രാജാക്കന്മാരുടെ പടമൊക്കെ വെച്ച് ഫ്ലാഗും അതും ഇതൊക്കെ ഉള്ളൊരു ഓഫീസാണ്. ഒരു കറുത്ത പോലീസ് വേഷം ധരിച്ച് സ്റ്റാറും തൊപ്പിയൊക്കെ വെച്ചൊരു ആള്. പുള്ളിയാണ് സംസാരിച്ചത്. അപ്പോൾ പുള്ളി മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അറബിയിൽ അക്കൗണ്ടിനെ പറ്റി ചോദിച്ചു. നിങ്ങളുടെ നാട്ടിൽ പൈസ അയക്കുന്നത് ആർക്കൊക്കെയാണ് പൈസ അയക്കുന്നത്? നിങ്ങളുടെ എന്താ പറയുന്നത് ATM കാർഡ് കാണിക്കൂ. എന്നിട്ട് പുള്ളി കിതറ ATM കാർഡ് കിതറ ഹിന്ദിയും കൂടെ ചേർത്ത് പുള്ളി 2 ATM കാർഡൊക്കെ പൊക്കി കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കപ്പോഴേ മനസ്സിലായി ഇതെന്തോ ഉടായിപ്പാണ്. എന്നാലൊരു പേടിയുണ്ട്. പക്ഷേ ഞാനിപ്പോൾ 2ാമത് സൗദി വന്നിട്ടും 1 മാസമേ ആകുന്നു. അപ്പോൾ ഞാനിതുവരെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടില്ല, ആർക്കും അയച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ധൈര്യത്തിൽ പറയാം. അപ്പോൾ നമ്മൾ കൂടുതൽ പൈസയോ അക്കൗണ്ടിൽ ആർക്കെങ്കിലുമൊക്കെ അയച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉള്ള വ്യക്തികളാണ് ഒന്ന് പേടിക്കും. അവർ പറയുന്ന പോലെ നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ അയാൾ ATM കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാഫി ATM എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ജദീദ്, ഞാൻ പുതിയ ആളാണ്, ഞാൻ മാഫി ATM, മാഫി മാലൂം അറിയാവുന്ന അറബിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കട്ടായി. എനിക്ക് മനസ്സിലാക്കുന്നത് ഇതും സ്കാമാണ്. നമ്മുടെ നാട്ടിലെ വെർച്വൽ അറസ്റ്റ് പോലൊക്കെയുള്ള സാമ്പത്തിക തട്ടിപ്പിന് ഇവരിവിടെയും സൗദിയിലുമുണ്ട്, എല്ലാ രാജ്യത്തുമുണ്ട്. ഇപ്പോൾ ടെക്നോളജികൾ വളരുന്നതനുസരിച്ച് തട്ടിപ്പുകൾ പല വിധത്തിലാവുകയാണ്. അപ്പോൾ ATM കാർഡ് കാണിക്കാൻ പറയും, നമ്മൾ ക്യാമറയെ കാണിക്കും, അതിൻ്റെ നമ്പർ എടുക്കും. അവരിനി മറുവശം തിരിച്ച് കാണിക്കാൻ പറയും. അവിടെ 3 CVV നമ്പരോ അങ്ങനെ ഒരു നമ്പർ ഇല്ല. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിഷ്പ്രയാസം പൈസ പിൻവലിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതുപോലൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും അനുഭവങ്ങൾ വരുവാണെങ്കിൽ ആരും പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ സ്കാമുകളാണ്. നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകണം, അവർ നമ്മളെ ഇൻഫോം ചെയ്യുമല്ലോ. അപ്പോൾ ഈ സമാന അനുഭവം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളിയോട്, ഹൈദരാബാദുകാരൻ, അവനോട് പറഞ്ഞപ്പോൾ അവനും പറഞ്ഞു എനിക്കും ഇതുപോലെ വേറൊരു ഇതിൽ വന്നു നിങ്ങളുടെ അപ്ഷർ ലോക്കാന്ന് പറഞ്ഞിട്ട് അവനും ഒരു കോള് വന്നു. അപ്പോൾ അപ്ഷറിൻ്റെ ഒരു OTP വരും, പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു മെസ്സേജും വന്നിട്ടില്ല, അപ്ഷർ പോയെന്ന് പറഞ്ഞിട്ട് ആരും വിളിക്കത്തുമില്ലല്ലോ. അപ്പോൾ അവനും ഫോൺ കട്ട് ചെയ്തെന്നാണ് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇതിനായിട്ട് കുറേ ആളുകൾ ഇരിപ്പുണ്ട് തട്ടിപ്പിനായിട്ട്. അപ്ഷർ പോയി, അത് പോയി, ഇത് പോയി എന്ന് പറഞ്ഞ്. നമുക്ക് അറിയാത്ത നാടല്ലേ. ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളായിരിക്കും അകത്താകുന്നത്. ചെയ്തവന്മാരൊക്കെ രക്ഷപ്പെടും. അതുപോലെ രസമെന്ന് പറഞ്ഞാൽ ആ വിളിച്ച കോളിൻ്റെ ഹിസ്റ്ററി ഞാൻ എല്ലാ ആപ്പിനകത്തും കയറി. എൻ്റെ അതിനകത്ത് ഗൂഗിൾ മീറ്റ്, വാട്സപ്പ് കോള്, മെസ്സഞ്ചർ എല്ലാത്തിനകത്തും ഞാൻ നോക്കും. പക്ഷേ ഒരെണ്ണത്തിനകത്ത് പോലും അതിൻ്റെ ഹിസ്റ്ററി കാണത്തില്ല. അത്രയ്ക്കും ബ്രില്യൻ്റ് പരിപാടികളാണ്, പ്ലാൻഡ് ആയിട്ടുള്ള, ടെക്നിക്കലായിട്ടുള്ള. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ വരുവാണെങ്കിൽ ആരും തല വെച്ച് കൊടുക്കരുത്. വെച്ച് വരുത്താൽ പൈസ പോകുന്ന വഴി കാണത്തില്ല. പിന്നെ എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുബൂസിനുള്ള പൈസ മാത്രം മാറ്റി, കുബൂസും തൈരും തിന്നാനുള്ള 100-200 റിയാലോ ആക്കി വെച്ച് ബാക്കി മൊത്തം ബൂത്ത് നാട്ടിലേക്ക് അയക്കുന്ന നമ്മുടെയിലൊക്കെ ഇവനെ കളിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ നാണം കെട്ട് പോകത്തുള്ളൂ. അവൻ്റെ മെനക്കേട് പോലും കിട്ടത്തില്ല. എങ്കിലും നമ്മൾ ചിലപ്പോൾ ട്രാൻസാക്ഷനുകളൊക്കെ കൂടുതലായിട്ട് നടത്തുന്നവരൊക്കെ പേടിക്കും. ഇവരിങ്ങനെയൊക്കെ പറയുമ്പോഴേ, പോലീസ് വേഷത്തിലും അത് ഫുള്ളായിട്ടുള്ള ഇതിൽ പറയുമ്പോൾ നമ്മൾ ഭയപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ
വിവേകത്തോടെ കൈകാര്യം ചെയ്യുക, പേടിക്കേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ലീഗലായിട്ട് അവർ തന്നെ വന്ന് അറസ്റ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. ഇങ്ങനെ വെർച്വലായിട്ട് നാട്ടിലും പല അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് നിർത്തി കാശുകൾ തട്ടുന്നതൊക്കെ വാർത്തകൾ കാണുമ്പോൾ സത്യത്തിൽ ആശ്ചര്യമുണ്ടാകും. എത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും ടെക്നോളജിപരമായിട്ട് എല്ലാവരും വീക്കാണ്. ഇങ്ങനത്തെ വെർച്വൽ അറസ്റ്റോ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആൾക്കാർ വീണ്ടും വീണ്ടും ചതികളിൽ അകപ്പെടുക. അപ്പോൾ ഈ 5Gയുടെ കാലഘട്ടത്തിൽ പുതിയ പുതിയ തട്ടിപ്പുകളുമായിട്ട് ആളുകൾ വരും. അതുകൊണ്ട് ഒന്നിലും തല വെക്കാതെ ആളുകൾ സേഫായിട്ടിരിക്കുക. സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്തിനും ഒരു കൂടെ നേരത്തെ വർക്ക് ചെയ്തൊരു ആൾക്ക് സമാനമായ സംഭവം നടന്നു. അവൻ്റെ ശമ്പളം, അവന് വർക്കറായിട്ട് വന്നിട്ട് 1500 കണ്ട സാലറിയാണ്. സാലറി അക്കൗണ്ടിൽ വീഴും, കട്ടാവും. 500 രൂപ വെച്ച് എല്ലാ മാസവും കട്ടാവും. അവനെവിടെ ഏതോ വെബ്സൈറ്റിൽ ഏതാണ്ട് ക്ലിക്ക് ചെയ്ത് എന്തൊക്കെയോ കൊടുത്തതാണ്. അപ്പോൾ പൈസ കട്ടായിക്കൊണ്ടിരിക്കുക എല്ലാ മാസവും. അപ്പോൾ ഫ്രോഡ് പരമായിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ഇക്കാമ വരെ ബാൻ ചെയ്യാനും കയറി പോകാൻ പറ്റാത്തൊക്കെ അവസ്ഥകൾ വരും. അപ്പോൾ ഇതൊക്കെ എന്തും നമ്മുടെ ഫോൺ നമ്പറായാലും ഇക്കാമ നമ്പറായാലും ബാങ്കിൻ്റെ നമ്പറുകളായാലും ആർക്കും ഷെയർ ചെയ്യാതെ ഇരിക്കുക. ഒരു വിധത്തിലുള്ള ആപ്പുകളും ഓൺലൈനുകളധികം ഇതുപോലുള്ള നാടുകളിൽ ഉപയോഗിക്കാതിരിക്കുക. പ്രതിയാവുന്ന നാടുകളാണത്. കട്ടവനെ കിട്ടിയില്ല, കിട്ടിയവനെ കള്ളനാക്കും. ഇവിടെ പെട്ടുപോകും. ഒത്തിരി പേരങ്ങനെ പെട്ടുപോയിട്ടുമുണ്ട്. ഓരോരുത്തർ ATM തരുമോ, എനിക്ക് ഒരാൾ സുഹൃത്ത് പൈസ അയക്കാനെന്ന് പറഞ്ഞ് ദൂരെ നിന്ന് നമ്മളോട് സംസാരിക്കും. അല്ല, അടുത്ത് വന്നിട്ടേ പെട്ടെന്നൊരു ട്രാൻസാക്ഷൻ എനിക്കതൊന്നുമില്ല എന്ന് പറഞ്ഞ് മേടിക്കുകയും ചെയ്യും. നല്ല എമൗണ്ട് വരികയും ചെയ്യും, നമ്മൾ പെടുകയും ചെയ്യും. അതുകൊണ്ട് ഫോൺ കൊടുക്കുന്നതും. അതുപോലെ ഒരു തമിഴ് പയ്യൻ മുൻകാലങ്ങളിൽ നടന്ന അനുഭവങ്ങളാണ്. പയ്യൻ ഫോൺ മേടിച്ചതാണ്. അവൻ്റെ ഫോണിൽ നിന്ന് എന്തൊക്കെയോ ചെയ്തിട്ട് കുറേ പൈസ പോയി. അങ്ങനെ പല രീതിയിലും തട്ടിപ്പുകളുള്ള നാടുകളാണ്. എല്ലാ നാട്ടിലും സാമ്പത്തികരമായ തട്ടിപ്പുകളാണ്. അതൊക്കെ ഇന്ന് ആളുകൾ ബോധവാന്മാരായിരിക്കുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.